الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد قال الله تعالى في محكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة واعلموا أمة سيدنا محمد صلى الله عليه وسلم. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബജീവിതത്തിന്റെ ഉത്തമ മാതൃക എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനെന്നെ തുണച്ച പ്രപഞ്ച പരിപാലകനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, പുതിയ ഈ ഒരു ഡിജിറ്റൽ ലോകക്രമത്തിൽ കുടുംബ ബന്ധം വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടണം എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കുടുംബ ബന്ധത്തിൽ മക്കൾ മാതാപിതാക്കളെക്കാൾ മുതിർന്നവരായി മാറുന്നു, ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ മുതിർന്നവരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അള്ളാന്റെ ഹബീബിന്റെ കുടുംബജീവിതം മാതൃകയാകുന്നു എന്ന് ചർച്ച വളരെ പ്രധാനമാണ്. എങ്ങനെയായിരുന്നു അള്ളാന്റെ ഹബീബിന്റെ ജീവിതം? അള്ളാന്റെ ഹബീബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് അവസാനത്തെ പ്രവാചകര, അന്ത്യദൂതരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള വ്യക്തിയാ. മഹദിയായ ആയിഷ ബീവിയോട് ചോദിച്ചു അത്ര, അല്ലയോ ആയിഷ, മാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി, അല്ലയോ ആയിഷ, എങ്ങനെയാണ് അള്ളാന്റെ ഹബീബ് വീട്ടിൽ സഹവസിച്ചിരുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബിനെ പറ്റിയിട്ട് ആയിഷ ബീവി പറയുകയാ, അള്ളാന്റെ ഹബീബ് കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, അള്ളാന്റെ ഹബീബ് സ്വന്തം ഭാര്യമാർക്ക് വേണ്ടിയിട്ട്, സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യുമായിരുന്നു. എങ്ങനെയാ ഖിദ്മത്ത് ചെയ്തത്? അള്ളാന്റെ ഹബീബ് ഭാര്യമാരെ പാത്രം കഴുകാൻ സഹായിക്കും, വസ്ത്രം കഴുകാൻ സഹായിക്കും, പാല് കറക്കാൻ സഹായിക്കും. മാത്രമല്ല സാധാരണയായിട്ട് ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ ചെയ്യുന്ന സകലമാന ജോലികളും അള്ളാന്റെ ഹബീബ് ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി പഠിപ്പിക്കുമ്പോ, അള്ളാന്റെ ഹബീബ് അന്ത്യപ്രവാചകരാ. അള്ളാന്റെ ഹബീബ് ചെയ്തു വെച്ച ഏറ്റവും നല്ല ഭർത്താവിന്റെ ഉദാത്തമായ മാതൃകയാ മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, അള്ളാന്റെ ഹബീബ് എന്റെ മുഖത്ത് നോക്കിയിട്ട് അൽഹംദുലില്ലാഹ് അല്ലദീ റസഖനി ഹുബ്ബ ആയിഷ, അള്ളാന്റെ ഹബീബ് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുമായിരുന്നു അത്രേ, അല്ലാഹുവിനാണ് സർവസ്തുതികളും. എങ്ങനെയുള്ള റബ്ബാ? അല്ലദീ റസഖനി ഹുബ്ബ ആയിഷ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി ഉണ്ടല്ലോ, ആയിഷയുടെ സ്നേഹം എനിക്ക് റിസ്കായിട്ട് നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് ആയിഷയുടെ മുഖത്ത് നോക്കിയിട്ട് അള്ളാന്റെ ഹബീബ് പറയുമായിരുന്നു അത്രേ. ലോകത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശമാ, തന്റെ ഭാര്യയോട് മുഖത്ത് നോക്കിയിട്ട് നല്ല ഒരു കാര്യം പറയുമ്പോ ആ ഭാര്യ അനുഭവിക്കുന്ന ആശ്വാസമുണ്ടല്ലോ, അവൾ അനുഭവിക്കുന്ന അനുഭൂതി ഉണ്ടല്ലോ, അത് അള്ളാന്റെ ഹബീബ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവളുടെ സാന്നിധ്യത്തിൽ, തന്റെ ഭാര്യയുടെ സാന്നിധ്യത്തിൽ അവളുടെ മുഖത്ത് നോക്കിയിട്ട് നല്ലൊരു കാര്യം പറയണമെന്ന് അള്ളാന്റെ ഹബീബ് ലോകത്തിന് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല ഉദാത്തമായ മാതൃക. കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവ് എങ്ങനെയാകണമെന്നാണ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഇനി ഒരു കുടുംബജീവിതത്തിൽ എങ്ങനെ നല്ലൊരു പിതാവാകണമെന്നും അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്,
എങ്ങാനും ഫാത്തിമ ബീവി വീട്ടിലുണ്ടെങ്കിൽ, ഫാത്തിമ ബീവി വീട്ടിലുണ്ടാകുന്ന സമയത്ത് അള്ളാന്റെ ഹബീബ് വീട്ടിലേക്ക് കടന്നു വന്നാൽ ഖാമത്ത് ഇലൈ, ഫാത്തിമ ബീവി അള്ളാന്റെ ഹബീബിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന് കൊടുക്കും. ഫഅഖദത് ബിയദിഹി, എന്നിട്ട് ഫാത്തിമ ബീവി അള്ളാന്റെ ഹബീബിന്റെ കൈകൾ പുണരും. ഫഖബ്ബലതുഹു, എന്നിട്ട് ഫാത്തിമ അള്ളാന്റെ ഹബീബിന്റെ കൈകൾ ചുംബിക്കുമത്രേ. ഇത് ഫാത്തിമ മാത്രം ചെയ്തതല്ല. ഇനി എങ്ങാനും അള്ളാന്റെ ഹബീബാണ് വീട്ടിലുണ്ടാകുമ്പോ തന്റെ മകൾ ഫാത്തിമ കടന്നു വരുന്ന സമയത്ത് ഫാത്തിമയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കും. എന്നിട്ട് ആ കൈകൾ പുണർന്നുകൊണ്ട് കൈകൾ ചുംബിക്കുന്ന മുഹമ്മദ് എന്ന പിതാവിനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചരിത്രം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക് ഖിലാഫത്തിന്റെ മൂന്നാമത്തെ ഖലീഫയായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അള്ളാന്റെ ഹബീബിന്റെ സ്നേഹ വാത്സല്യ മകളാണ് റുഖിയ ബീവി. റുഖിയ ബീവിയുടെ ഭർത്താവാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ബദറിന്റെ രണാങ്കണത്തിലേക്ക് എല്ലാവരും കുതിച്ചു പോകുമ്പോ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് എല്ലാവരും ഉത്സാഹം കാട്ടുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും വല്ലാത്ത ആഗ്രഹമാ, ബദറിൽ പോരാടണം, ഇസ്ലാമിന് വേണ്ടിയിട്ട് പോരാടണം, അള്ളാന്റെ ഹബീബിന് വേണ്ടിയിട്ട് ബദറിൽ എനിക്ക് പോകണമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് ഉസ്മാനോട് പറഞ്ഞു അത്രേ, ഉസ്മാനേ, നീ ബദറിന്റെ രണാങ്കണത്തിൽ പോകുന്നതിനേക്കാളും നിനക്ക് നല്ലത് എന്റെ പ്രിയപ്പെട്ട മകളുണ്ടല്ലോ, നിന്റെ ഭാര്യയായ റുഖിയ ഉണ്ടല്ലോ, വല്ലാതെ തളർന്നിരിക്കുകയാ. അതുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിൽ പോകാതെ അവൾക്ക് നീ തണലായി മാറണേ, താങ്ങായി മാറണേ എന്ന് പറഞ്ഞ മുഹമ്മദിലൂടെ നമുക്ക് ഏറ്റവും നല്ല പിതാവിന്റെ ഉദാത്തമായ മാതൃക കാണാൻ സാധിക്കും. ഇതാണ് കുടുംബ ജീവിതത്തിൽ എങ്ങനെ നല്ലൊരു പിതാവായി മാറണമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഉദാത്തമായ മാതൃകയാണ് അള്ളാന്റെ ഹബീബിന്റെ ജീവിതം. ആ ഒരു കുടുംബത്തിൽ നീതിയെയും അദിലിനെയും മഹബത്തിനെയും, നീതിയെയും സ്നേഹത്തെയും ഒരുപോലെ കൊണ്ടുപോയത് കൊണ്ടാണ് ആ കുടുംബജീവിതം അത്രമാത്രം ഉദാത്തമായ ഒരു മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് മാറിയത്. നമ്മുടെ കുടുംബജീവിതത്തിലും സ്നേഹത്തെയും നീതിയെയും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.